നമ്മൾ വ്യത്യസ്തമായ വിഷയങ്ങൾ യഥാർത്ഥത്തിൽ സംസാരിച്ചുകൊണ്ട് വരികയാണ്. അപ്പൊ അതിനോടൊപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇപ്പൊ മോക്ഷത്തിലേക്കുള്ള ഒരു യാത്ര എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. മോഹങ്ങളിൽ നിന്നുള്ള ക്ഷയമാണ് മോക്ഷം, ഇങ്ങനെ പല രീതിയിൽ ആൾക്കാർ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദേവതകൾ എന്ന് പറയുന്നത് മനുഷ്യനുമായിട്ട് മനുഷ്യനിൽ നിന്ന് അകന്നു നിൽക്കുന്ന എൻറ്റിറ്റീസ് ആയിട്ട് നമ്മൾ കാണുന്നു. പക്ഷേ മനുഷ്യന് പ്രാപിക്കാൻ കഴിയുന്ന ഊർജ രൂപങ്ങൾ തന്നെയാണ് ദേവതാ സങ്കല്പങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ശ്വസനക്രിയയിലെ ചില പ്രത്യേകമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് ഈ ദേവതാ ഊർജം സ്വീകരിക്കാൻ കഴിയും എന്നുള്ളൊരു ധാരണ ഉണ്ട്. അപ്പൊ അതിലേക്കുള്ള ഒരു മാർഗമായിട്ട് നമ്മൾ ക്രിയായോഗ അത് നമ്മൾ കാണുന്നുണ്ട്, കുണ്ടലിനി യോഗം അതിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനൊരു ക്രിയാബാനാണ്. അപ്പൊ ക്രിയായോഗയുടെ 2-3 വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണോ അതോ അതേ രീതിയിലാണോ അങ്ങയുടെ സഞ്ചാരം എങ്ങനെയാണെന്ന് അറിയാനായിട്ടൊരു കൗതുകമുണ്ട്. നോക്കാതെ ക്രിയായോഗം ഇപ്പം നമ്മൾ പരക്കെ അറിയപ്പെടുന്നത് ബാബാജിയുടെ യുക്തേശ്വർ അങ്ങനെ വരുന്നതാവട്ടെ. പിന്നെ ആ സ്കൂളിൽ വന്ന് പഠിച്ചിട്ടുള്ള ആളുകൾ അവർ പഠിപ്പിച്ച പിള്ളേർ പുതിയ തലമുറയും ഒക്കെ ഉണ്ട് അതിനകത്ത്. അപ്പം ഈ ക്രിയായോഗം പ്രധാനമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നത് മെഡിറ്റേഷനിലേക്ക് പോകാനാണ് ക്രിയായോഗം ഉദ്ദേശിക്കുന്നത്. അത് അഡ്രസ്സ് ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ബ്രത്തിനെയാണ്. അപ്പം നമ്മൾ അറിയാതെ തന്നെ ഒരു ക്രിയ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതെ അതെ അതെ. ആ പ്രോസസ്സ് ശ്വസിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ്, ശ്വസനക്രിയ എന്ന് പറയുന്നത്. അപ്പം ഇത് ഈ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അകത്ത് പ്ലസൻ്റെക്കകത്ത് കിടന്ന് പ്രിപ്പയർ ചെയ്യാണ്. ഈ വാട്ടർ ബാഗ് പൊട്ടുന്നു, പിന്നെ അവിടെ കിടക്കാനുള്ള എൻവയോൺമെന്റ് നഷ്ടപ്പെടുന്നു. ഇതിന് പിന്നെ പുറത്ത് വന്നേ പറ്റൂ. ചുറ്റുപാട് നിന്ന് ഭയങ്കരമായിട്ടുള്ള പ്രഷർ ഉണ്ടാകുന്നു. അതായത് ഈ കോൺട്രാക്ഷൻസ്, യൂട്ടറൈൻ വാളെല്ലാം ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് പുഷ് ചെയ്യാം. ഈ ഓപ്പണിങ് ആയിട്ടുമില്ല, നോക്കിക്കൊള്ളാൻ ഒരു ക്രൈസിസ് മൊമെന്റ്. ഇറങ്ങി വരാനുള്ള ഡോറ് തുറന്നിട്ടില്ല, 4 ചുറ്റും സ്ക്യൂസ് ചെയ്യാം. ഈ ഓക്സിജൻ സപ്ലൈ അമ്മയുടെ അത് കട്ടാകാൻ പോവുക. അങ്ങനെ ഒരു കണ്ടീഷനിൽ നമ്മൾ എത്തിയെന്ന് വിചാരിച്ചോളൂ. എത്തി എന്ത് ചെയ്യും? ഒരു ഗ്രേസിലാണ് ഇത് സംഭവിക്കേണ്ടത്. കുട്ടിയെ സംബന്ധിച്ച് അതിന് പ്രിപ്പയർ ചെയ്തിരിക്കുക. കുട്ടി ഒരു പ്രത്യേക രീതിയിൽ ഡക്ക് ചെയ്തിരിക്കുക, എല്ലാ ഇന്റേണൽ ഓർഗൻസും പ്രൊട്ടക്ട് ചെയ്തിരിക്കുക. നെക്ക് വളരെ ടെൻഡറായിട്ടുള്ള നെക്ക് പ്രൊട്ടക്ട് ചെയ്യുന്നു, ഹാർട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നു, കാല് മുകളിലോട്ട് വലിച്ചിട്ട് അബ്ഡോമിനൽ റീജിയനുള്ള എല്ലാ ഇന്റേണൽ ഓർഗൻസും പ്രൊട്ടക്ട് ചെയ്തിട്ട് തല കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിട്ട് ഡോറിലേക്ക് ഇറങ്ങി വരാൻ പരുവത്തിൽ അതിനകത്തിരിക്കുക. പുറത്തുനിന്ന് സ്ക്വീസിങ് നടക്കുന്നു, ഓപ്പണിങ് ആയിട്ടില്ല. അത് ഗ്രേസ് പോലെ ഓപ്പണിങ് ആവും. ഈ കുട്ടിയുടെ ബോഡിയിലെ ഹോർമോൺസ് എല്ലാം ചേഞ്ച് ചെയ്ത് കിടക്കുകയാണ്. ഈ പെയിനൊന്നും അറിയാതിരിക്കാൻ, ഈ സഫക്കേഷൻ അറിയാതിരിക്കാനും, ഈ ബുദ്ധിമുട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി അമ്മയ്ക്കും അതുപോലെ സംഭവിക്കാൻ. ആ ഒരു കണ്ടീഷനിൽ നിൽക്കുമ്പോൾ ഇതൊരു ഡിവൈൻ ഗ്രേസിലാണ് കുഴപ്പമില്ലാതെ വെളിയിൽ വരുന്നത്. കറക്റ്റായിട്ടുള്ള ഓപ്പണിങ് വരികയും കറക്റ്റായിട്ടുള്ള കോൺട്രാക്ഷൻ സംഭവിക്കുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇതിങ്ങനെ വെളിയിലേക്ക് വരുന്നു. ഇതാണ് നമ്മുടെ തുടക്കം. പുറത്തോട്ട് വന്ന ഉടനെ ആദ്യത്തെ ശ്വാസം എടുക്കുകയാണ്. അമ്മയുടെ സപ്ലൈ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അമ്പലിക്കൽ കോഡ് നമ്മൾ പിടിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം, അത് സ്റ്റിൽ പൾസേറ്റിംഗ് ആണ്. അമ്മയുടെ ശരീരമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന അമ്പലിക്കൽ കോഡിൽ നിന്ന് സപ്ലൈ വന്നുകൊണ്ടിരിക്കുകയാണ്. സപ്ലൈ ഇപ്പം തീരും. വെളിയിൽ വന്നു കഴിഞ്ഞാൽ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ സപ്ലൈ ഓൺ ആവും. അപ്പോൾ പിന്നെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് മാറുകയാണ്. പിന്നെ അമ്പലിക്കൽ കോഡ് കട്ട് ചെയ്തിട്ട് കുട്ടിയെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഇതാണ് പ്രോസസ്സ്. പണ്ടും അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെ. അതിൻ്റെ ഡിവൈസസ് ഒക്കെ മാറിക്കാണുന്നേ ഉള്ളൂ, പക്ഷേ പ്രോസസ്സ് അത് തന്നെ. അപ്പം ഇങ്ങനെ കൂട്ടി ഈ ഒരു സ്ട്രഗിളിൽ വേറൊരു ട്രാൻസിലാണ്. ബോഡി മുഴുവൻ ഹോർമോണൽ ചേഞ്ച് വന്ന് നിൽക്കുക, ഹൈലി ട്രാൻസ്ഡായിട്ടൊരു കണ്ടീഷനിൽ നിൽക്കുകയാണ്. ഒരു എർത്തിലി പ്ലെയിനെ അല്ലെ എർത്തിൽ വന്നിട്ടുമില്ല, ഒരു എത്രിയൽ പ്ലാനിലാണ് ആ കുട്ടി നിൽക്കുന്നത്. അമ്മയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അമ്മയുടെ കണ്ണ് നോക്കിയാൽ അതറിയാം. അതിപ്പോൾ ഏത് പ്രസവിക്കുന്ന ജീവനെ കണ്ടാലും അതറിയാം. കോഴി തന്നെ മുട്ടയിടുന്നത് നോക്കിയോളൂ. ആ സന്ദർഭത്തിൽ അത് അതിൻ്റെ ചുണ്ടിങ്ങനെ തുറന്നു വയ്ക്കും, വായി കൂടെ പ്രത്യേക രീതിയിൽ ശ്വസിക്കും. നോസ്ട്രൽ ബ്രീതിങ് അല്ല ആ സമയത്ത് നടക്കുന്നത്. കോഴി മുട്ടയിടുന്നത് ഇനി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം അത് അതിങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്.
അപ്പോൾ അതിനുവേണ്ടിയുള്ള ഫോഴ്സ് അതിന് കിട്ടാനായിട്ട് കുറച്ച് ഈ അഗ്നി കുറച്ച് അധികരിച്ചിരിക്കും, വാട്ടർ എലമെൻറ്റ് ഡോമിനേറ്റ് ചെയ്തിരിക്കും. ഇതിൽ എന്തെങ്കിലും ഇംബാലൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഡെലിവറി കുറച്ച് ഡിലേഡ് ആകും, ഡിലേഡ് ആയാൽ പ്രശ്നമാകും. ഇതാണ് ആ ക്രൈസിസ് മൊമെൻ്റാണ്. അമ്മയുടെ കണ്ണ് നോക്കുകയാണെങ്കിൽ തീജ്വാല പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കും. ഓം യസ്യാം സമുദ്രവുദസിന്ധുരാപോ യസ്യാമന്നം കൃഷ്ടയഃ സംഭഭൂവുഃ യസ്യാമിദം ജിന്വതി പ്രാണതേജത് സാനോ ഭൂമി പൂർവപേയേ ദധാതു. കോപത്തിന്റെ ജ്വാലയല്ല, സൃഷ്ടിയുടെ ജ്വാലയാണ്. ആ ജ്വാലയിൽ അങ്ങനെ ത്രസിച്ച് നിൽക്കുകയായിരിക്കും. ആ പ്ലെയിനിലെ അല്ല, ഇന്റൻസ് പെയിനിന്റെ പീക്കിൽ നിൽക്കുക, എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇൻകമ്പയറബിൾ പെയിനാണ്. ആ ട്രാൻസിൽ നിൽക്കുക. ആവശ്യം പോലുള്ള ഹോർമോൺസ് എല്ലാം ബോഡി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പെയിൻ അതിജീവിക്കാൻ പ്രയാസമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെയായിരിക്കും ബൈ ഗ്രേസ് ഇത് ടെൻഷൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഓപ്പണായി കുട്ടി വെളിയിൽ വന്നു. ഈ വരുന്ന ഭൂമിയിലേക്ക് വന്നിറങ്ങുമ്പോൾ ആദ്യം അത് ശ്വാസം എടുക്കുക. ആ ഫസ്റ്റ് ബ്രത്താണ്. ആ ഫസ്റ്റ് ബ്രത്ത് എടുത്തിട്ട് അത് പുറത്തേക്ക് വിടുന്നത് അതൊരു ക്രൈയോടുകൂടിയാണ് പുറത്തേക്ക് വിടുന്നത്. ആ ക്രൈ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ശബ്ദം ആ കുട്ടി അപ്പോൾ ഉണ്ടാക്കുന്നത് അത് ദുഃഖം കൊണ്ട് വിളിക്കുകയെന്നല്ല. ആ ശബ്ദത്തിന് ഈ വളരെ പ്യുവറായിട്ടുള്ള ശബ്ദങ്ങളുടെ എലമെൻറ്റ്സ് അതിനകത്ത് ഉണ്ട്. ആ പ്യുറസ്റ്റ് സൗണ്ട് എന്ന് നമ്മൾ പറയുന്നത് പ്രണവം എന്നാണ് അതിൻ്റെ സങ്കല്പം, റൂട്ട് സൗണ്ട്. ഈ പ്രണവത്തിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 3 കമ്പോണൻസ് ഉണ്ട്. ആ ഉ അപ്പം ആ ക്രിയേഷനെ കുറിച്ചും സസ്റ്റൻസിനെ കുറിച്ചും വിട്രോവലിനെ കുറിച്ചുമാണ്, സൃഷ്ടിസ്ഥിതി സംഹാരത്തിന്. ഈ കുട്ടി ശ്വാസം എടുത്തിട്ട് വിടുന്നത് ഈ ശബ്ദമാണ്. അത് ഓം അല്ലെങ്കിൽ ആ ഓമാന്നാണ് എന്നാ വിളിക്കുന്നത്. അതിൻ്റെ ശബ്ദം അങ്ങനെ. അപ്പൊ ആ സൃഷ്ടിയായി ഇനി ബാക്കിയുള്ള പ്രോസസ്സ് അതിൽ എംബരരാണ്. ആ സൃഷ്ടിയുടെ മുഹൂർത്തത്തിൽ തന്നെ ഈ ബാക്കി നിലനിൽപ്പും അതിൻ്റെ സംഹാരവും അതിൽ എംബരരാണ്. അത് മാനിഫെസ്റ്റ് ചെയ്തിട്ടില്ല, പതുക്കെ വരും. അപ്പം അങ്ങനെ ഒരു സേക്രഡ് ആയിട്ടുള്ള ഒരു ശബ്ദമായിട്ട് നമ്മളതിനെ കണക്കാക്കുന്നത്, ഈ പ്രണവത്തിനെ കണക്കാക്കുന്നത് ഈ കാരണം കൊണ്ടാണ്. ഒറിജിനലുള്ളതും ഈ പ്രകൃതിയിലുള്ള എന്ത് കാര്യം വട്ടത്തിൽ മൂവ് ചെയ്താലും അത് ക്രിയേറ്റ് ചെയ്യുന്നതുമായ ഒരു റെവല്യൂഷൻ്റെ ശബ്ദമാണ് ഈ ഓങ്കാരം എന്ന് പറയുന്നത്. എല്ലാ സെലസ്റ്റിയൽ ബോഡിയും ആ പ്ലാനിൽ നിൽക്കുകയാണ്. അറ്റ്മോസ്ഫിയർ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അത് ഇങ്ങോട്ട് കടന്നു വരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അറിയുന്നില്ല. അല്ലെങ്കിൽ എത്രയോ കിലോമീറ്റർ വേഗതയിൽ കറങ്ങുകയും ചുറ്റും കറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗോളത്തിൻ്റെ ശബ്ദം, ആ ഓം എത്രത്തോളം ഭയങ്കര ഒരു ലെവലിലായിരിക്കും. ഭയങ്കരമല്ല, ഒരു ഭയങ്കരമായ ഒരു ലെവൽ എന്നുള്ള അർത്ഥം. അതായിരിക്കും. നമുക്ക് ഈ ഇന്ത്യൻ പഴയ ആൾക്കാർക്ക് സംശയമില്ല. അങ്ങനെ ആയിരിക്കാം എന്ന് എടുക്കാം. ഇപ്പോൾ അവർ പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ ഈ ബേസിക് ശബ്ദം ആണ് നമ്മൾ ആദ്യം ഉച്ചരിക്കുന്ന ശബ്ദം. അപ്പൊ ഈ ശബ്ദത്തിന് അപ്പൊ സൗണ്ട് ഇല്ലാതെ ശബ്ദമില്ല. അത് നമ്മൾ ശാസ്ത്രീയമായിട്ട് അറിയാം. ഒരു വാക്വം സൃഷ്ടിച്ച് വെച്ചിട്ട് ശബ്ദം ഉണ്ടാക്കി ആ വാക്വത്തിന് പുറത്തേക്ക് ശബ്ദം കടന്നു വരത്തില്ല. അതുകൊണ്ടാണ് ഭൂമിക്ക് മറ്റു ഇതിൻ്റെയൊക്കെ ശബ്ദം ഇവിടെ വന്ന് നമ്മൾ ആ ഷോക്കിൽ പോകാതെ നിൽക്കുന്നതിൻ്റെ കാരണം ഇതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ പ്രൊട്ടക്റ്റഡാണ്. ഇങ്ങനെ ഒരു മന്ത്രധ്വനിയോട് കൂടി നമ്മൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരിക. അപ്പം ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് നമ്മുടെ മടക്കയാത്ര? നമ്മൾ ഈ കോൺഷ്യസ്നെസ്സിൽ നിന്നുണ്ടായവരാണ്, കോൺഷ്യസ്നെസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു ചേരേണ്ടതും കോൺഷ്യസ്നെസ്സിൽ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഈ ശബ്ദത്തിന് ഒരു പ്രസക്തിയുണ്ട്. ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് തുടങ്ങുന്നത് നമ്മുടെ ശ്വാസത്തിലൂടെയുമാണ്. അതുവരെ അമ്മയുടെ സപ്ലൈ. ഈ പ്രണവധ്വനിയോടുകൂടിയാണ് ഈ സൃഷ്ടി സംഭവിക്കുന്നത്. അതിനകത്ത് സൃഷ്ടി സ്ഥിതി സംഹാരം അടങ്ങിയിട്ടുണ്ട്. പരിപൂർണമാണ്, കംപ്ലീറ്റ്. അതുകൊണ്ടാണ് ഇത് റെവല്യൂഷന്റെ ശബ്ദമായിരിക്കുന്നത്. ഒരിടത്തും തുടങ്ങിയ ബിന്ദുവിലേക്ക് തിരിച്ചത് വരും. അങ്ങനെ എന്ത് കാര്യവും തുടങ്ങിയ ബിന്ദുവിലേക്ക് തിരിച്ചു വരുമെങ്കിൽ അതിൽ നിന്ന് എമിറ്റ് ചെയ്യാനിടയുള്ള ഒരേ ഒരു ശബ്ദം ഈ ഓങ്കാരധ്വനി അല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല.
അപ്പം അതുകൊണ്ടാണ് ഇത് റൂട്ട് മന്ത്രമായിട്ടിരിക്കുന്നത്. അതെ. അടിസ്ഥാനപരമായ ജീവന്റെയോ നിലനിൽപ്പിന്റെയോ ആധാരശിലയായിട്ട് ഈ സാധനം, ഈ ശബ്ദം നമ്മൾ കണക്കാക്കുന്നതും അത് വെച്ച് പ്രാക്ടീസ് ചെയ്ത് അങ്ങോട്ടേക്ക് മടങ്ങി പോകാൻ പറ്റുമോ എന്ന് നോക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഈ ക്രിയായോഗ പദ്ധതിയിൽ നോക്കുമ്പോൾ ആചാര്യന്മാർ ഇത് അറിഞ്ഞവരാണല്ലോ. അപ്പോൾ അവർക്ക് വേറൊരു സപ്പോർട്ടിങ് റൂട്ടും ഉണ്ടായിരുന്നു. ആ റൂട്ടാണ് സ്വരയോഗം. ഈ സ്വരയോഗം എന്ന സൗണ്ട് ഓഫ് ബ്രത്താണ് സ്വരം. സ്വരം എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ സ്വരമാണ്. അപ്പൊ നമ്മൾ ശ്വാസം എടുക്കുന്നു, ശ്വാസം വിടുന്നു. ഈ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നത് ഒരേ ശബ്ദത്തിലല്ല, ഒരു ശബ്ദം എടുക്കാനും മറ്റൊരു ശബ്ദം വിടാനുമാണ്. സോഹം. അതെ. സ അഹം രണ്ടും കൂടി ചേരുമ്പോൾ സോഹം. അപ്പൊ സ എന്ന് പറയും. ഇപ്പൊ ഇതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോ സ പ്ലസ് അഹം സോഹം ആയിട്ട് മാറും. ഈ സോഹം എടുക്കുന്ന ശബ്ദത്തിൽ സ എന്നും വിടുന്ന ശബ്ദത്തിന് ഹം എന്നും ആണ് സ്വരയോഗത്തിൽ പറയുന്നത്. എടുക്കുന്ന ശബ്ദം ശ്വാസം എടുക്കുന്നു, അപ്പൊ അതിന്റെ ശബ്ദം സാന്ന. സ്വരയോഗം ആണ് ആദ്യത്തെ ശാസ്ത്രം. വളരെ ഏൻഷ്യന്റ് ആണ് സ്വരയോഗം. എനിക്ക് തോന്നുന്നു സാഖ്യേക്കാളും പ്രാചീനമാണ് ഈ സ്വരയോഗം. അപ്പൊ എടുക്കുന്ന ശബ്ദത്തിന് സ്വരയോഗത്തിൽ കണ്ടിരിക്കുന്നത് ആരാണെന്നറിയില്ല. സ്വരയോഗത്തിന്റെ ഉപജ്ഞാതാവ് അന്നേ ഉള്ളതാ, പഴയതാണ്. ആദിമമായ ശ്വാസം. അപ്പൊ അത് ആ സാ എടുക്കുകയും ഹം വിടുകയുമാണെന്നാണ് സ്വരയോഗത്തിൽ പ്രതിപാദിക്കുന്നത്. അപ്പൊ അതൊരു ബേസിക് സാധനം എടുത്തിട്ടാണ് വന്നത്. പക്ഷെ പിൽക്കാലത്ത് ഉള്ള ആചാര്യന്മാരുടെ അനുഭവത്തിൽ അത് എടുക്കുന്ന ശബ്ദം വിടുന്ന ശബ്ദവും, സാ എടുക്കുന്നത് ഹം ആണ് എടുക്കുന്ന ശബ്ദവും, ഉച്ഛ്വസിക്കുന്ന ശബ്ദം സോയും സായുമാണ് എന്ന് ചില ആചാര്യന്മാർ കണ്ടു. നമ്മൾ നോക്കിയാൽ അത് കാണാൻ മാറ്റം. അപ്പൊ ഇത് രണ്ടും പ്രാക്ടീസ്, ശ്വാസത്തിനെ ശ്രദ്ധിക്കുന്നതാണ് ഇതിന്റെ പ്രധാനമെന്ന് അതിൽ നിന്ന് മനസ്സിലാകാം. രണ്ട് സ്കൂളുകൾ രണ്ട് രീതിയിൽ കാണുന്നു. അതെ അതെ. സാ എടുക്കുന്ന ശബ്ദവും വിടുന്നത് ഹമ്മും. മറ്റേതിൽ തിരിച്ചും ഹം സോ, അതാണ് ഹംസയോഗം എന്ന് പറയുന്നത്. ഇത് രണ്ടും ശരിയാ. പിന്നെ ഈ പെർസ്പെക്റ്റീവിൽ വന്നിട്ട് മാറ്റം കൊണ്ട് ഇങ്ങനെ ഒരു ശബ്ദമാണെന്ന് അവർ കാണുന്നു. ഏതായിരുന്നാലും ശ്വാസത്തിന്റെ ശബ്ദത്തെ ശ്രദ്ധിക്കുന്നവന് മുക്തി ഉണ്ടാകുന്നു. കാരണം അവൻ ബാക്കി എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു. ഇതിന്ന് ഒഴിയാൻ ഒക്കത്തില്ല. ഇവിടെ വന്നു, അന്നെടുത്തു, അത് അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് പോകുമ്പോൾ ആള് ഈ ശരീരം വിടുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ അടിസ്ഥാനം. അതിങ്ങനെ പറയും, ഈ നമ്മളെ ഈ ഒരു ജഡം പോലെ ഇരിക്കുന്ന ഈ പാവയെ ആട്ടിക്കൊണ്ടിരിക്കുന്ന ത്രെഡാണ് ഈ ശ്വാസം എന്ന്. ചൂത്തിരപ്പാവൈ കയററ്റ് വീഴും മുമ്പ് സൂത്രക്കയറിനെ പാരടാന്ന്. ഈ നമ്മളെ ഓട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൂത്രം, കയറ്, ഇതിനെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിന്റെ റൂട്ടിലോട്ട് പോകാൻ എളുപ്പമായിരിക്കും എന്ന് ഇത് പ്രാചീനമായ വിശ്വാസമാണ്. മഹാസന്യാസിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശവത്തിനെ ശിവമാക്കുന്ന നടുക്കത്തെ വള്ളിയാണ്. അത് ഈ കാഴ്ചപ്പാട്, അണ്ടർസ്റ്റാൻഡിങ് ഈ പറഞ്ഞ എല്ലാ സിസ്റ്റത്തിനകത്തും കിടപ്പുണ്ട്. പിന്നെ അതിനൊരു യോഗത്തിന്റെ ഫോർമാറ്റിലേക്ക് ആക്കി മാറ്റുന്നത് കുറച്ച് റീസെന്റ് ആയിട്ടാണ്, കുറെ കൂടെ കഴിഞ്ഞിട്ടാണ്. പക്ഷെ റൂട്ട് അവിടെ സ്വരയോഗത്തിലും മറ്റ് നമ്മളെ സമ്പ്രദായങ്ങളിലും എല്ലാം കിടപ്പുണ്ട്. അപ്പൊ ഇതാണ് ഒരു വലിയ ടൂളായിട്ട് ഈ ശാസ്ത്രം ഉപയോഗിക്കുന്നത്. എന്തിനാണ്? തിരിച്ച് മടക്ക യാത്രയിലേക്ക്. മടക്ക യാത്ര എന്ന് വെച്ചാൽ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക്. വന്നത് കോൺഷ്യസ്നെസ്സിൽ നിന്നാണ് വന്നതുകൊണ്ട് അവിടത്തേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് ഈ ടൂളിന്, ജീവനെ നിലനിർത്തുന്ന ടൂളിന് സാധ്യമാണ് എന്ന് കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിനി മറിച്ചൊന്നും നോക്കിക്കോളൂ. ഞാൻ പൊരുൾ എന്താണെന്ന് പറയാം. ഈ പ്രാക്ടീസുകൾ പിന്നെ ഉണ്ട്, അത് നമുക്കെങ്ങനെ അത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്.